നിങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണോ? പ്രകൃതി യാത്ര ഇഷ്ടമുണ്ടോ? എന്നാൽ വരൂ, നമുക്ക് പോകാം. എവിടേക്കെന്നല്ലേ? അങ്ങ് പാലക്കാട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് കൊല്ലങ്കോട് ഗ്രാമം. അതെ, വശ്യസുന്ദരമായ ഭൂപ്രകൃതി, അതിമനോഹരമായ കാലാവസ്ഥ, സുഖശീതളമായ അന്തരീക്ഷം, പോക്കറ്റ് റോഡുകളിലൂടെ, ഇടുങ്ങിയ കൊച്ചു വഴികളിലൂടെ ഒരു യാത്ര. വരൂ, നമുക്ക് പോകാം. ഇത് എവിടേക്കാണെന്നല്ലേ? ഇത് നെല്ലിയാമ്പതിയുടെ താഴ്വാരത്തുള്ള വെള്ളരിമേട് വാട്ടർഫാൾസ് ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. കൊല്ലങ്കോട് നിന്ന് യാത്ര തിരിച്ചാൽ ആദ്യം താമരപ്പാടം ഫ്ലവർ ഷോ നെല്ലിയാമ്പതിയുടെ താഴ്വാരത്ത്, അത് കഴിഞ്ഞാൽ പ്രകൃതി ക്ഷേത്രമായ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം, അതും കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ ആണ് വെള്ളരിമേട്. വെള്ളരിമേട് വാഹനം അടുത്തെത്തൂല, കുറച്ച് ദൂരം നടന്നു പോകണം. സഞ്ചാരികൾ കുറവായതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയില്ല, കുറച്ച് ദൂരം വരെ പോയിട്ട് മതിയാക്കി മടങ്ങി വന്നു. എന്നാലും ആ യാത്രയിലെ പ്രകൃതി ഭംഗി അവിസ്മരണീയം തന്നെ. ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് നെല്ലിയാമ്പതി ഇപ്പോഴേ ദർശനമേകുന്നു. വിജനമായ വഴിയിലൂടെ, ആൾപ്പാർപ്പില്ല, ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത്. വഴി തെറ്റിയാൽ ആരോടും ഒന്ന് ചോദിക്കാനില്ല. പോകുന്ന വഴിക്ക് ഒരു അമ്പലവും ഒരു അമ്പലക്കുളവും, അത് നിറയെ താമരകളും കണ്ടു. പൂവൊന്നും കണ്ടില്ല, പൂ ഒരുപക്ഷെ പിച്ചിയെടുത്ത് കാണുമായിരിക്കും. അതിൽ നെല്ലിയാമ്പതി നമുക്ക് ദർശനമേകുന്നത് കാണാം. അസുലഭ കാഴ്ച. കേരളത്തിൽ ഇത്രയും സുന്ദരവും മനോഹരവുമായ ഒരു ഭൂപ്രകൃതി അടുത്തറിയാൻ കഴിഞ്ഞത് അസുലഭ കാഴ്ച. കാഴ്ചകൾ കണ്ട് ഇനിയും നമുക്ക് ഏറെ സഞ്ചരിക്കാനുണ്ട്. നെല്ലിയാമ്പതി നിരകളുടെ താഴ്വാരത്ത് കൂടി, കാർഷിക വിളകൾക്ക് നടുവിലൂടെ, ഇടുങ്ങിയ വഴികളിലൂടെ. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് കൂടിയാണ് കേട്ടോ. റോഡ് ഗട്ടർ റോഡുകളാണ്. അതുപോലെ ലോൺലി പ്ലേസ് ആണ്, ആൾതാമസം കുറവാണ്. എന്തോ കല്യാണം നടക്കുന്നുണ്ട് അവിടെ അമ്പലത്തിൽ. അവിടെ കുറച്ച് ആളുകളെ അവിടെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാ നെല്ലിയാമ്പതി മല നമുക്ക് സ്വപ്നദൃശ്യം നൽകുന്നു. കരിമ്പനകളുടെ നാട്. വളരെ മനോഹരമായ ഭൂപ്രകൃതിയോടുകൂടി കൊല്ലങ്കോട് ഗ്രാമം നമ്മളെ മാടി വിളിക്കുന്നു. നല്ല കാലാവസ്ഥയിൽ, മഴയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ സന്ദർശിക്കാൻ വളരെ അനുകൂലമായ ഒരന്തരീക്ഷമാണ്. മഴയുള്ളപ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ വളരെ സജീവമായിരിക്കും. എന്നാലും മഴ കുറഞ്ഞിരുന്നാൽ നമുക്ക് യാത്ര സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം പിന്നിട്ടു. നെല്ലിയാമ്പതിയുടെ കാഴ്ചകൾ കണ്ട് കണ്ട് തന്നെ കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒരു തോട്, ഒരു പുഴ കാണാനിടയായി. അത് ക്രോസ് ചെയ്ത് നമ്മൾ വീണ്ടും അതിനപ്പുറത്ത് നെൽവയലുകളും കൃഷിഭൂമികളും പടഭൂമികളും ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. വീടുകളാണ് അടുത്തടുത്തെങ്ങ് റോഡ് സൈഡിലെങ്ങും നമുക്ക് കാണാനില്ലാത്തത്. എന്നാലും ജനവാസ മേഖലയും ഉണ്ട്. അകലേക്ക് വീടുകൾ അകലെ അകലെയായിട്ട് വീടുകളൊക്കെ നമുക്ക് കാണാം. മലനിരകളെ ഇപ്പം നന്നായിട്ട് കാണാൻ കഴിയും. മേഘത്തോട്, ആകാശത്തോട് കഥ പറഞ്ഞു നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകളെ നമുക്ക് അടുത്തറിയാൻ ഒരു അസുലഭ സന്ദർഭം. വെച്ചു വിട്ടോളൂ, നേരെ വെള്ളരിമേടിലേക്ക് അല്ലെങ്കിൽ കൊല്ലങ്കോടിലേക്ക്. ഒരു ദിവസം കൊല്ലങ്കോട് ഗ്രാമത്തിലെത്തിയാൽ അതിൻ്റെ ഭൂപ്രകൃതി നമുക്ക് പ്രത്യേകം ആസ്വദിച്ച് മടങ്ങാം.
ഈ കാഴ്ച കേരളത്തിൽ വേറെങ്ങും കിട്ടൂല. പൊന്നണിഞ്ഞ പാടം, കൊയ്യാറായി നിൽക്കുന്ന പാടം കഴിഞ്ഞാൽ ഒരു ഗ്രാമക്കാഴ്ച. ഓലമേഞ്ഞ വീടും ഓടുമേഞ്ഞ വീടും. അത് ഇതുവരെ അതിന് മാറ്റം വരുത്തിയിട്ടില്ല. സഞ്ചാരികൾക്ക് കൗതുകവും നമ്മുടെ പഴയ തറവാടിത്തവും നമ്മുടെ ഹെറിറ്റേജും നമ്മുടെ പഴയ വില്ലേജുകളും വില്ലേജ് ലൈഫും സൂചിപ്പിക്കുന്ന ഭൂപ്രകൃതി. ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തെങ്ങിൻ തോപ്പാണ്. തെങ്ങ് കൃഷി. അത് ആന ഇറങ്ങാതെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു തെങ്ങിൻ കൃഷി, തെങ്ങിൻ തോപ്പ്. ഇത് ഈ യാത്രക്കിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും തെങ്ങ് കൃഷി കാണുന്നത്. നല്ല വിളവുള്ള ഒരു തെങ്ങിൻ പാടം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം മാവുകളാണ്. മാമ്പഴത്തിൻ്റെ മാവുകളുടെ കൃഷിയാണ്. കൊല്ലങ്കോട് മൊത്തവും യാത്രയുടെ ഉടനീളം കണ്ടത് മാവിൻ കൃഷിയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം വെള്ളരിമേട് എത്താറായി. വെള്ളരിമേട് ഭൂപ്രദേശമായി. വെള്ളച്ചാട്ടത്തിനടുത്ത് നമുക്ക് എത്താൻ പറ്റൂല. അത് അല്പം നടന്ന് പോകണം. എനിക്ക് എൻ്റെ പ്രായവും ആരോഗ്യവും വെച്ച് നടന്നടുത്തെത്താൻ പറ്റിയില്ല. അത് മാത്രമല്ല, അവിടെ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആനയുണ്ടോ എന്ന് പേടിയുണ്ടായിരുന്നു. സഞ്ചാരികൾ ഉണ്ട്, അവരകത്തോട്ട് നടന്നു പോകുന്ന കണ്ടു. പക്ഷേ അത് എത്ര പേരുണ്ടെന്നോ യാതൊരു പിടിയും ഇല്ലാത്തത് കൊണ്ടും പരിചയമുള്ള ആൾ കൂടെ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നെത്തിയില്ല. അതിൻ്റെ പരിസര പ്രദേശത്ത് നിന്ന് വെള്ളരിമേടിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ട് മടങ്ങുകയായിരുന്നു. അവിടെയും ഉണ്ട് 1-2 സ്നാക്ക് ബാറും പാർലറും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഭൂപ്രദേശം കണ്ട് നല്ല കാലാവസ്ഥയും നല്ല അന്തരീക്ഷവും ഏവർക്കും കൗതുകമുണർത്തുന്ന ആസ്വാദ്യകരമായ ഹൃദ്യമായ നയനമനോഹരമായ ഒരു പാലക്കാടൻ യാത്ര നേരെ കൊല്ലങ്കോടേക്ക്. കൊല്ലങ്കോട് നിന്ന് നേരെ വെള്ളരിമേടിലേക്ക്. നമുക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പരിചയമുള്ള ആളുണ്ടെങ്കിലോ വെള്ളരിമേട് വരെ നടന്ന് എത്തി വെള്ളരിമേട് വാട്ടർഫാൾസ് കൂടി, വെള്ളരിമേട് വെള്ളച്ചാട്ടം കൂടി ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് മടങ്ങാം. വളരെ ആസ്വാദ്യകരമായ ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.